ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായിരുന്ന ഇസ്മയിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യ വലിയ സംഘർഷഭീതിയിലാണ്. ഇസ്രയേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ G7 രാജ്യങ്ങളിൽ നിന്നുള്ള തന്റെ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രയേൽ മണ്ണിലെ ആക്രമണം തടയാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഇറാനിൽ മുൻകരുതൽ ആക്രമണത്തിന് അനുമതി നൽകുമെന്ന് ഇസ്രയേലിലെ പ്രമുഖ ദിനപത്രമായ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിയും പങ്കെടുത്ത നെതന്യാഹു വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇസ്രയേലി പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദും ഷിൻബെറ്റും അവരുടെ തലവന്മാരായ ഡേവിഡ് ബാർണിയ, റോണർ ബാർ എന്നിവരും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ ഇറാനെ തടയാൻ മുൻകൂർ ആക്രമണം നടത്തുന്നതിന് ഇസ്രയേൽ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം സുരക്ഷാ മേധാവികളുമായുള്ള യോഗത്തിനു ശേഷം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഹാനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടിക്കുമെന്ന് ഇറാനും തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ളയും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഷുവാർ ഷുക്കൂറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തി 24 മണിക്കൂറുകൾക്കുള്ളിലാണ് ഹാനിയയുടെ കൊലപാതകം സംഭവിക്കുന്നത്. ഏത് നിമിഷവും ഇറാനും ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ എത്തിയിരുന്നു. ഇറാന് ആവശ്യമായ ആയുധവുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്നാണ് യുദ്ധകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനുമായും ഹമാസുമായും വളരെ അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുള്ളത്. ഹാനിയയുടെ കൊലപാതകത്തെ റഷ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരുന്നു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്നാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഖായേൽ ബോഗ്ദാനോവ് വിശേഷിപ്പിച്ചത്. കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംഘർഷം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് കൂടുതൽ സൈനിക സഹായവുമായി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. സൈനികരെയും മിസൈൽ പ്രതിരോധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തെ ചെറുക്കാൻ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമവും ഇസ്രയേൽ നടത്തുന്നുണ്ട്. ഏപ്രിലിൽ ഡമാസ്കസിലെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു. അന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടെയാണ് മിസൈലുകൾ തടയാൻ സാധിച്ചതെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു. 300ഓളം മിസൈലുകളും റോക്കറ്റുകളുമാണ് ഇറാൻ ഇസ്രയേലിന് നേരെ അയച്ചത്. ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നു. തിരിച്ചടി ഉണ്ടാകുന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കഴിയുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ചേർന്നുള്ള സംയുക്ത പ്രത്യാക്രമണ സാധ്യതയാണ് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത്. നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർഭ അറകൾ ഒരുക്കിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെല്ലവീവിൽ ഉൾപ്പെടെ GPS സംവിധാനത്തിന് വരെ വിലക്ക് ഏർപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ ആക്രമണമുണ്ടായാൽ ഇസ്രയേൽ കനത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും വിലയിരുത്തലുണ്ട്. പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടുമാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്.